UPSC എക്സാമിൻ്റെ കൂടെ PSCക്ക് കൂടി പ്രിപ്പയർ ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് അറിയേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഇൻഫർമേഷനാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഈ വർഷത്തെ UPSC എക്സാമിനേഷൻ്റെ പ്രിലിമിനറി ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് മെയ് 25-ാം തീയതിയാണ്. എന്നാൽ 24-ാം തീയതി കേരള PSC ഡിഗ്രി ലെവലുള്ള വേറൊരു പ്രിലിമിനറി എക്സാം ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. സെക്രട്ടറി അസിസ്റ്റൻ്റ്, കേരള പോലീസിലെ സബ് ഇൻസ്പെക്ടർ പോലുള്ള എക്സാമുകളുടെ ഡിഗ്രി ലെവലിൻ്റെ പ്രിലിമിനറി. അപ്പോൾ ഈ രണ്ട് എക്സാമിനും അപ്ലൈ ചെയ്തിരിക്കുന്ന കാൻഡിഡേറ്റ്സ് അവർക്ക് സെൻറ്റേഴ്സ് കിട്ടിയിരിക്കുന്നത് 2 ജില്ലകളിലായിരിക്കും. കാരണം UPSCക്ക് നമുക്ക് കേരളത്തിലെ കോഴിക്കോട്, എറണാകുളം, തിരുവനന്തപുരം മാത്രമേ സെൻറ്റേഴ്സ് ഉള്ളൂ. PSCക്ക് എല്ലാ ജില്ലകളിലും ഉണ്ട്. അപ്പോൾ PSC എക്സാം 24-ാം തീയതി ഒരു ജില്ലയിലും UPSC എക്സാം വേറൊരു ജില്ലയിലും ആകുന്ന സമയത്ത് ഈ 2 എക്സാമിനും ഒരുപോലെ അറ്റൻഡ് ചെയ്യാമെന്ന് പറയുന്നത് പലർക്കും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോഴാണ് PSC ഇപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ കൊണ്ടുവന്നിട്ടുള്ളത്. 25-ാം തീയതി UPSC പ്രിലിമിനറി എക്സാം അറ്റൻഡ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് 24-ാം തീയതി അഥവാ എക്സാം എഴുതാൻ പറ്റിയില്ലെങ്കിലും അവർക്ക് ഒരവസരം കൂടി ജൂൺ 28-ാം തീയതി ഒരവസരം കൂടി ലഭിക്കുന്നതാണ്. ഇതിന് നിങ്ങൾ ചെയ്യേണ്ടത് 25-ാം തീയതി നിങ്ങൾ UPSCൻ്റെ പ്രിലിമിനറി എക്സാം എഴുതുന്നു എന്നുള്ളതിൻ്റെ തെളിവായിട്ടുള്ള നിങ്ങളുടെ ഹാൾ ടിക്കറ്റ് എടുത്തിട്ട് മെയ് 26 മുതൽ 30 വരെയുള്ള തീയതിക്കുള്ളിൽ അതത് ജില്ലയിലെ PSC ഓഫീസിൽ പോയി അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. അങ്ങനെയുള്ളവർക്ക് 28-ാം തീയതി ജൂൺ 28-ാം തീയതി നിങ്ങൾക്ക് ഒരു അവസരം കൂടി ഈ PSC എക്സാം എഴുതാൻ വേണ്ടി ലഭിക്കുന്നതായിരിക്കും. ഇതിൽ മറ്റൊരു കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ എക്സാം സെൻറ്റർ PSCയുടേതും UPSCയുടേതും ഒരേ ജില്ലയിലാണെങ്കിൽ, ഉദാഹരണത്തിന് തിരുവനന്തപുരത്ത് തന്നെയാണ് നിങ്ങളുടെ UPSCയുടെ എക്സാം, PSCയുടെ എക്സാം രണ്ടും ഒരേ ജില്ലയിൽ തന്നെയാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഈ ഒരു ഓപ്ഷൻ അവൈലബിൾ ആയിരിക്കില്ല. Alchemy IAS, transforming dreams into reality.